ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ് ചെയ്യുന്നത് പുതുപുത്തമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നാളെ ഗോവയിലേക്ക് പോവാണ്. നമ്മൾ കോളേജിൽ നിന്നാണ് പോകുന്നത്. കോളേജിൽ നമ്മുടെ പിള്ളേരൊക്കെ കൂടി എല്ലാവരും കൂടി ഒരു ഗോവ ട്രിപ്പ് പോവാണ് നാളെ. 12:30 ട്രെയിൻ. അപ്പോൾ നമ്മൾ രാവിലെ എന്തായാലും പോകും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നാളെ ഗോവയിലേക്ക് പോകണം. എൻ്റെ ഒരു പാക്കിംഗ് ഒരു വ്ളോഗാണിത്, ചെറിയൊരു പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ നമുക്കിങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറച്ചധികം സംഭവങ്ങളുണ്ട്. നമ്മുടെ ഈ കാണുന്നതൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ സമയം 11:50 അതായത് നമ്മളിപ്പോൾ 11:50, 51, 12 മണി ആവാതായി. നാളെ രാവിലെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പാക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. കൂടുതലും ഡ്രസ്സുകൾ തന്നെയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗോവയ്ക്ക് ഏകദേശം ഒരു 5 ദിവസത്തെ ട്രിപ്പിനാണ് പോകുന്നത്. നാളെ പോയിട്ട് ഏകദേശം 4-5 ദിവസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും. ഇത് പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ബാഗ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ട്രാവൽ ബാഗാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിലാണ് നമ്മളെല്ലാ സംഭവങ്ങളും വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വയ്ക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകളാണ്. നമ്മൾ ഗോവയിൽ മുമ്പ് ഇടാൻ കുറച്ച് അടിപൊളി കളർഫുൾ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സുകളൊക്കെ നോർമലി ഞാൻ കളർഫുൾ തന്നെയാണ് എടുക്കാറ്. അപ്പോൾ അത് കാണിച്ചു തരാം, പെട്ടെന്നൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഷർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഷർട്ട് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഷർട്ട് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പൂക്കളുടെ ഒരു ഷർട്ടുണ്ട്, പിന്നെ ജസ്റ്റ് ഒരു ടീഷർട്ട്, പിന്നെ അതൊരു ഹുഡിയാണ്. ഹുഡി ഒരു റെഡ് കളർ ഹസിലിന് എഴുതിയൊരു ഹുഡിയാണ്. മിക്കവാറും എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ഹുഡിയാണ്. പിന്നെ ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗോവയിൽ ഇപ്പോൾ കൂടുതലും ഷോർട്ട്സാണല്ലോ ഇടുക. അപ്പോൾ ഒരു റെഡ് ഷോർട്ട്സ്, ഒരു വൈറ്റ് ഷോർട്ട്സ്, പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളാണ്. കുറച്ച് ട്രൗസറുകൾ ഒരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടീഷർട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലിടാൻ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ തോർത്തുണ്ടാണ്, തോർത്തുമുണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. റെഡ് കളർ ഒരു തോർത്തെടുത്തിട്ട്, പിന്നെ അതേപോലെ തന്നെ ഇതൊരു ടീഷർട്ടാണ്. പിന്നെ വേറെ കുറച്ച് ഡ്രസ്സുകളും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഷർട്ടാണ്, പിന്നെ ഇത് വേറൊരു ഷർട്ടാണ്, പിന്നെ ഇത് ഒരു വെള്ള കളർ ഒരു സാധാരണ ടീഷർട്ട്, ഒരു പിങ്ക് കളർ ടീഷർട്ട്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടവല് വേണം. ടവല് നമുക്ക് ഇത്ര ഒരു 3-4 ടവൽ എടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം ടവലുകളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ഡ്രസ്സ് ഐറ്റംസ് വരുന്നത്. പിന്നെ ബാക്കി കുറച്ച് ഡ്രസ്സുകൾ കൂടി ഉണ്ട്, അത് ഞാൻ നാളെ രാവിലെ വയ്ക്കും. അപ്പോൾ രാവിലെ വേറെ കുറച്ച് സംഭവങ്ങളും കൂടി വയ്ക്കും, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഡ്രസ്സ് അല്ലാണ്ട് കൊണ്ടുപോകണം വേറെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഒന്നാമത്തെ വാച്ചാണ്. വാച്ച് ഫാസ്ട്രാക്കിൻ്റെ ഒരു വാച്ചാണ്. നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അത് സൺഗ്ലാസ് നമ്മൾ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഉണ്ടായല്ലോ. ഓക്കെ. ഇങ്ങനത്തെ ടോട്ടൽ ഒരു 2 സൺഗ്ലാസ്. ഇത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമെന്ന് അറിയില്ല, എന്തായാലും ജസ്റ്റ് അവിടെ ഭയങ്കര ചൂടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 സൺഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ പെർഫ്യൂം, ഒരു പോക്കറ്റ് പെർഫ്യൂമാണ്, ചെറിയൊരു പെർഫ്യൂമാണ്. നാക്സിൻ്റെ ഒരു പെർഫ്യൂമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇയർബഡ്സ്, അതായത് നമ്മുടെ എയർപോഡ്, അങ്ങനത്തെ 2 എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അകലെയാകുമ്പോൾ കാണുന്നുണ്ടാവില്ല. ഇതൊരു അൾട്രാ പോഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. നമുക്ക് ഇയർബഡ്സ് പോലെ തന്നെ ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ എയർപോഡ്, അങ്ങനെ 2 എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു വയേർഡ് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് വയർലെസ് വെച്ചാൽ സൗണ്ട് അധികം ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വയർലെസ് ഇയർബഡ്സ്, ഒരു വയേർഡ് ഇയർബഡ് എടുത്തിട്ടുണ്ട്, JBLൻ്റെ ഒന്നാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വല്ല സംഭവങ്ങൾ വെക്കേണ്ടാവുന്ന, അതായത് നമ്മുടെ നനഞ്ഞ തുണി അല്ലെങ്കിൽ മുഷ്ണ തുണിയൊക്കെ വെക്കേണ്ടാവുന്ന കവർ 2 കവർ എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് കവറാണ്. പിന്നെ അതുപോലെ ഇതൊരു സാധാരണ വൈറ്റ് കവർ, നമ്മുടെ പ്ലാസ്റ്റിക് കവർ. പിന്നെ അതേപോലെ തന്നെ തൊപ്പി, ഇതാണ് ഒരു തൊപ്പി, കണ്ടില്ല. ഓക്കെ. അപ്പോൾ ഇതൊരു തൊപ്പി. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ സാധാരണ ഗോവയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു തൊപ്പി, ഇത് കൊള്ളാം. അപ്പോൾ ഇങ്ങനത്തെ 2 തൊപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു ചെറിയൊരു പൗഡർ എടുത്തിട്ടുണ്ട്, പോൺസിൻ്റെ ഒരു ചെറിയൊരു പൗഡറാണ്. ഹിമാലയയുടെ ഫേസ് വാഷ്. ഇത് നമ്മളങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, എന്നാലും വെറുതെ വെച്ചതാണ്.
പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചീർപ്പാണ്, ചീർപ്പ്. പിന്നെ നമ്മൾ ID കാർഡ് വേണം. ഇത് നമ്മൾ കോളേജിൽ നിന്ന് പോകണമെന്നും കോളേജിൽ നിന്ന് ID കാർഡ് ഉള്ളത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ID കാർഡ് വേണ്ടി വരും. അപ്പോൾ ID കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തൊക്കെ സംഭവങ്ങളുള്ളൂ. ബാക്കി നാളെ രാവിലെ 5:30. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 5, അതായത് നമുക്ക് ഇന്നാണ് പോകേണ്ടത്. നമ്മൾ ഗോവയിലേക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് 10 മണിയുടെ ബസ്സിനാണ് നമ്മൾ പോകുന്നത്. ഒരു 11 മണിയാകുമ്പോൾ തൃശ്ശൂരെത്തും. തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല രാവിലെ കുറച്ച് സംഭവങ്ങൾ കൂടി വെക്കാണ്ടെന്ന്. അപ്പോൾ അതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തേതായി നമുക്കൊരു ബ്രഷ് വേണം, പേസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ സോപ്പിന് ഒരു പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ലൈറ്റായൊന്നും കാണുന്നുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സ്നാക്സും കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു ആറ്റം മുക്കും, പിന്നെ അതേപോലെ തന്നെ കൊള്ളി വറുത്തതും ഒരു പാക്കറ്റ്. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ചെരുപ്പും കൂടി എടുക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് സ്ലിപ്പേഴ്സ്, അവിടെ കൂടുതൽ സ്ലിപ്പേഴ്സ് ആയിരിക്കില്ല നമ്മൾ. പിന്നെ നമ്മൾ പോകുമ്പോൾ ഷൂ ഇട്ടിട്ട് പോവും. പിന്നെ 2 ചെരുപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സംഭവങ്ങൾ നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളൂ.